ഹലോ, ഇപ്പം ഇന്ന് വന്നിരിക്കുന്നത് 5 സിനിമകളുടെ OTT റിലീസ് പറയാനായിട്ടാണ്. പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ഫിലിം ചാനൽ. ആദ്യത്തെ OTT റിലീസ് അപ്ഡേറ്റ് ഒരു പ്രണയ സിനിമയാണ്. കിസ് എന്ന് പറഞ്ഞ സിനിമ. കെവിനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ OTT അവകാശം നമ്മുടെ Z5 ആണ് മേടിച്ചിരിക്കുന്നത്. സിനിമ നവംബർ മാസം 7-ാം തീയതിയിലോട്ടാണ് സിനിമയുടെ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒഫീഷ്യലായിട്ട്. എന്തായാലും ഈ ഒരു തമിഴ് സിനിമേൻ്റെ OTT റിലീസിനായിട്ട് കാത്തിരിക്കാം നമുക്ക്. മറ്റൊരു തമിഴ് സിനിമയാണ് നമ്മുടെ പ്രദീപ് രംഗനാഥൻ മമിത ബൈജു അഭിനയിച്ച ഡ്യൂഡ് എന്ന് പറഞ്ഞ സിനിമ. ഓൾമോസ്റ്റ് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 110 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഇതുവരെയുള്ള കളക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. സിനിമയുടെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചിരിക്കുന്നത്. സിനിമ നവംബർ 14-ാം തീയതി തമിഴിലും തെലുങ്കുവിലും അതുപോലെ തന്നെ കന്നഡം, മലയാളം, ഹിന്ദി ഭാഷകളിൽ സിനിമ ഒഫീഷ്യലായിട്ട് OTT റിലീസിന് കൈമാറുകയാണ്. കാത്തിരിക്കാം നമുക്ക് ഈ ഒരു തമിഴ് സിനിമേൻ്റെയും OTT റിലീസിനായിട്ട്. മറ്റൊരു മലയാള സിനിമേൻ്റെയാണ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമയാണ് കരം എന്ന് പറഞ്ഞ സിനിമ. വളരെ മോശമായ ബോക്സ് ഓഫീസും മോശമായ റെസ്പോൺസുമാണ് സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പടം OTT റിലീസിന് കൈമാറുകയാണ്. നമ്മുടെ മനോരമാക്സ് എന്ന് പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൽ വഴിയാണ് സിനിമ OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നവംബർ 7-ാം തീയതിയാണ് കരം എന്ന് പറഞ്ഞ സിനിമ മലയാളം ഭാഷയിലായിട്ട് സിനിമ OTT റിലീസിന് പോകുന്നത് നമ്മുടെ മനോരമാക്സിൽ. കാത്തിരിക്കാം നമുക്ക് നല്ല അഭിപ്രായങ്ങൾക്കായിട്ട്. മറ്റൊരു മാർവൽ യൂണിവേഴ്സിന് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമയാണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. ഒഫീഷ്യലായിട്ട് സിനിമ നമ്മുടെ ഇന്ത്യയിൽ OTT റിലീസിന് വരികയാണ്. നമ്മുടെ ജിയോ സ്റ്റാർ ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ മേടിച്ചിരിക്കുന്നത്. നവംബർ 5 ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ സിനിമ ഒഫീഷ്യലായിട്ട് OTT റിലീസിന് കൈമാറുകയാണ് നമ്മുടെ ജിയോ സ്റ്റാറിൽ നവംബർ 5-ാം തീയതി. കാത്തിരിക്കാം നമുക്ക് ഈ ഒരു മാർവൽ സിനിമയുടെ OTT റിലീസിനായിട്ട്. മറ്റൊരു സിനിമയാണ് ബാഡ് ഗേൾ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് OTT റിലീസിന് പോവുകയാണ്. നമ്മൾ നവംബർ മാസം 4-ാം തീയതി അതും തിയേറ്റർ റിലീസിന് ശേഷമായിട്ട് ജിയോ സ്റ്റാറിൽ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കുക ചെയ്യാൻ നമുക്ക് ഇത്രയും സിനിമകളുടെ ഒഫീഷ്യൽ OTT റിലീസിനായിട്ട്. അതിന് മിഷൻ ആദ്യം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ഫിലിം ചാനൽ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.